യാത്രയല്ല ഇത്, ഈ ആനവണ്ടി നിറയെ സർപ്രൈസുകളാണ്. നമ്മൾ ഈ ഓണക്കാലത്ത് പൊളിക്കാൻ വേണ്ടി ഗവിയിലേക്ക് പോകുന്നത് കുറച്ച് അടിപൊളി ടീമുകളുമായിട്ടാണ്. നമ്മുടെ ഇരവിച്ചേട്ടനെയും സുഗു ഡ്രൈവറെയും മലയാളികൾ ഒരിക്കലും മറക്കില്ല അല്ലേ? ഒരിക്കലും മറക്കാത്ത രണ്ട് മുഖങ്ങളാണ് നിങ്ങൾ. എന്താ പറയാനുള്ളത്? മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു മൂവിയായിരുന്നു ഓർഡിനറി എന്ന ചിത്രം. അതിനകത്തെ രണ്ട് താരങ്ങളായിരുന്നു ഇരവിയും അതുപോലെ തന്നെ സുഗു ഡ്രൈവറും. അതായത് ഇരവി ഇല്ലാതെ സുഗു ഇല്ല, സുഗു ഇല്ലാതെ ഇരവി ഇല്ല. പക്ഷേ ഓണക്കാലത്ത് നിങ്ങളില്ലാതെ ഞങ്ങളും ഇല്ല. അപ്പോൾ ഒരുമിച്ചൊരു യാത്ര ഗവി കാണുക പോലും ചെയ്യാതെയാണ് ഇരവി ഗവിയിലേക്ക് പോകുന്നത്. തീർച്ചയായും അല്ലേ? ഫിഗർ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നു ഇത്രയും അടിപൊളിയായിട്ട്? ജന്മന കിട്ടിയ ഒരു ഫിഗറായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഞങ്ങളും കൂടി പരിശ്രമിച്ചു, ഇപ്പോൾ ഈ രീതിയിൽ എത്തിച്ചു. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരുമിച്ചെത്തി? മത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ ഇനി മൂന്നാർന്ന് വരും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും ഓരോ മനസ്സുകൊണ്ട് വന്ന് കണ്ടുവിട്ട് ഒരു യാത്രയായി. ജീവനും കുഞ്ചാക്കോവിനും എങ്ങനെയാണോ കൂട്ടുകെട്ട്, അതേ കൂട്ടുകെട്ട് തന്നെ ഞങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും കൊണ്ടുപോകുന്നുണ്ട്. അതാണ്. അപ്പോൾ ഈ ഒരു കലാജീവിതത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാണ്, നമ്മുടെ ബിജു ചേട്ടനെയും ചാക്കോച്ചനെയും പോലെ. ഈ ബസ് നിറയെ സൂപ്പർ സ്റ്റാറുകളാണ്, പക്ഷെ നമ്മുടെ മെയിൻ പുള്ളികൾ അവരെ പരിചയപ്പെടുത്താതെ നമുക്ക് ഈ യാത്ര മുന്നോട്ട് പോകാനേ കഴിയില്ല. ചേട്ടാ ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. നമ്മുടെ മനോജ് ചേട്ടൻ നമ്മുടെ പോളി കണ്ടക്ടറാണ്. ഒരു കണ്ടക്ടർ ഇല്ലാതെ ഒരു ബസ്സില്ല അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ സ്വന്തം ആനവണ്ടി എന്ന് പറയുമ്പോൾ അതിലെ കണ്ടക്ടർ സ്പെഷ്യലാണ്. ഒന്ന് കൈയുർത്തി കാണിച്ചേ നമ്മുടെ മനോജ് ചേട്ടൻ. ചേട്ടാ, ഗവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാളികളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന, മലയാളികൾ മാത്രമല്ല പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ആളല്ലേ? തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, പുറത്തുനിന്ന് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ആളുണ്ടായിരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ മുഖങ്ങൾ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന മനോജ് ചേട്ടനാണ്. ഇത്രയധികം ആളുകളെ കാണുന്ന ജീവിതത്തിൽ വലിയ മെമ്മറി ഉണ്ടാവും. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളിയാണല്ലോ. കുന്നും മലയും കോടമഞ്ഞും ഒക്കെ കയറി എല്ലാ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ എങ്ങനെയാ ലൈഫ് മുന്നോട്ട് പോകുന്നത്? അത് മാത്രമല്ല, കാടിന് പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന കാടല്ല നാളത്തെ അവസ്ഥ. ഓരോ ദിവസവും വ്യത്യസ്തമായ കാലാവസ്ഥകൾ, വ്യത്യസ്തമായ ഭാവങ്ങൾ. കാടതിൻ്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഓരോ ദിവസങ്ങളിൽ പ്രത്യേകമായ കാഴ്ചകളാണ്. കേരളത്തിൽ തന്നെ പല ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, പക്ഷെ ഗവി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്പെഷ്യലാണ്. നമ്മൾ പറയും ഗവിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, മൃഗങ്ങളും കാടുമാണ്. പക്ഷെ ഗവിയിലേക്കുള്ള ആ യാത്ര അല്ലെ നമ്മളെ കൊതിപ്പിച്ച് കളയും അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മള് കോടമഞ്ഞിലേക്കൊക്കെ കടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് വിസ്മയങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ റിയൽ കണ്ടക്ടർ മനോജ് ചേട്ടനാണെങ്കിലും നമ്മുടെ സുഗും ഇരവിയും ബസ്സിൽ തന്നെ ഉണ്ട്. ഓർഡിനറി സിനിമ നിങ്ങൾക്ക് വലിയൊരു ഓർമ്മയായിരിക്കും. അതെ, ആ സിനിമയ്ക്ക് ശേഷമാണ് ഇത്രയും ഗവിയിലേക്കുള്ള സഞ്ചാരികൾ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഗവിയിലേക്കുള്ള ഒരു യാത്രക്കാര്, ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കൂടിയത് തന്നെ ഓർഡിനറി സിനിമയ്ക്ക് ശേഷമാണ്. അതെ. മനോജേട്ടൻ ബിസിയായി. ഇതേ ആളുകളൊക്കെ ടിക്കറ്റ് അടിക്കണം. എത്ര ഗവിയിലേക്കുള്ള ടിക്കറ്റ്? 153 രൂപയ്ക്ക് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് നിങ്ങൾക്ക് കിടിലനായിട്ട് ഗവിയിലേക്ക് എത്താം. മാത്രമല്ല അതേ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ മനോജ് ചേട്ടൻ നടക്കട്ടെ. ഈ ആനവണ്ടി യാത്രയെ ഇത്രമേൽ പോപ്പുലർ ആക്കിയ മറ്റൊരു സ്ഥലമില്ല. അതാണ് ഗവി. ഊർജ്ജസ്വലമായ ഓണവിശേഷങ്ങൾ നിറഞ്ഞ ഒരു ആനവണ്ടി നിറയെ സർപ്രൈസുകളുള്ള ഒരു കിടിലൻ ഗവി യാത്ര.